ഇത്തിരി നേരം ഒത്തിരി കാര്യം, 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 ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പരിപാടിയുടെ 2ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ വരവേൽപ്പ്. റേഡിയോ പ്രചാരമായി കൊണ്ടിരുന്ന കാലത്തെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി കഴിഞ്ഞ എപ്പിസോഡിൽ വന്നതുപോലെ ടെലിവിഷൻ കേരളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിലെ ഡൽഹി റിലേക്ക് ശേഷം കളറായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന 80കളുടെ അവസാന കാലങ്ങളിൽ എനിക്ക് പ്രിയതരമെന്ന് തോന്നിയ ഒരു ടെലിഫിലിമിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഇവിടെ. എന്റെ സ്കൂൾ ഓഫ് ഡ്രാമ പഠനകാലം 1987 1990 കാലഘട്ടമായിരുന്നു. അവിടെ സീനിയേഴ്സായി ആദ്യ ബാച്ചിൽ പഠിച്ചിരുന്ന കുറെ പേർക്ക് തിരുവനന്തപുരം ദൂരദർശനിൽ ജോലി ലഭിച്ചിരുന്നു. അവരിൽ പ്രമുഖനായിരുന്നു ശ്രീ ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവതരിപ്പിച്ച പല നാടകങ്ങളും പിന്നീട് ടെലിവിഷൻ മാധ്യമത്തിലൂടെ പുനരവതരിപ്പിക്കുകയുണ്ടായി. ഒട്ടും തന്നെ മെലോഡ്രാമാറ്റിക് അല്ലാതെ അദ്ദേഹം ദൂരദർശനിൽ അവതരിപ്പിച്ച പല ടെലിഫിലിമുകളും അക്കാലത്ത് ഏവർക്കും പ്രിയങ്കരങ്ങളായിരുന്നു. എൻ മോഹനന്റെ കഥയ്ക്ക് ശ്യാമപ്രസാദ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പെരുവഴിയിലെ കരിയിലകൾ അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന സിനിമാ നടന്മാരായ നെടുമുടി വേണുവും നരേന്ദ്രപ്രസാദും പകർന്നാടിയ അഭിനയ മുഹൂർത്തങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച ടെലിഫിലിമായിരുന്നു. അക്കാലത്തെ ട്രെൻഡ് സെറ്റിംഗ് എല്ലാം ഭേദിച്ച ദൂരദർശൻ അവതരണമായിരുന്നു പെരുവഴിയിലെ കരിയിലകൾ. നമ്മുടെ മനോവ്യാപാരങ്ങളുടെ അന്തരംഗങ്ങളിലേക്ക്, ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കുട്ടിക്കാലം മുതൽക്കേ കളിച്ചു വളർന്ന 2 കൂട്ടുകാരുടെ ജീവിത സായന്തനത്തിലെ കൂടിച്ചേരലിലൂടെ സ്വയം കണക്കെടുപ്പ് നടത്തുകയാണിവിടെ. നമുക്കേവർക്കും ആത്മപരിശോധന നടത്തുവാനുള്ള ഒരു അവസരം കൂടിയാണിത്. ജീവിതഗ്രന്ഥിയായ ഇതിലെ സംഭാഷണങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും. തീർച്ച നമ്മളൊക്കെ എത്ര മാറിപ്പോയി അല്ലേ? വല്ലപ്പോഴും കണ്ടുമുട്ടുമ്പോൾ ആത്മവഞ്ചന കൂടാതെ ഒരു വാക്ക് പറയാൻ പോലും പറ്റുന്നില്ല അല്ലേ? എന്നെ ഒഴിവാക്കി രക്ഷപ്പെടണമെന്നാണ് നിന്റെ ആഗ്രഹം അല്ലേ? നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കുടിച്ചു കൂത്താടി നടക്കുന്ന ഈ എന്നെ നിനക്ക് പരിചയമില്ല. എന്നെ സഹിക്കാനും പൊറുക്കാനും നിനക്കാവുന്നില്ല. എന്നാലും എന്നെങ്കിലും ഒരിക്കൽ തിരിഞ്ഞു നോക്കുമ്പോ സ്വല്പം അനുഭാവത്തോടെ കാണാൻ ശ്രമിച്ചാൽ നിനക്കും മനസ്സിലായി എന്ന് വരും. നാട്ടുംപുറത്തിന്റെ ഇടുങ്ങിയ ചുറ്റുവട്ടത്തിനപ്പുറത്തേക്ക് സ്വന്തം വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് മാത്രം കടന്നു വന്ന പുതിയ ലോകങ്ങൾ കാണാൻ ശ്രമിച്ച ഒരു പാവം പയ്യനെ പറ്റി നീ ഓർക്കും. നിന്റെ വിശ്വാസത്തോട് സത്യസന്ധത കാണിച്ച് വഴിപിരിഞ്ഞു പോവാൻ നിനക്ക് സാധിച്ചു. എനിക്ക് അതിനും ധൈര്യമുണ്ടായില്ല. എനിക്കെന്നും നിന്നോട് അസൂയായിരുന്നടാ. നിന്റെ വിശ്വാസങ്ങളും ഇച്ഛാശക്തിയും പൊരുത്തപ്പെടുത്തിക്കൊണ്ടുപോകാൻ നിനക്കെന്നും കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഉറച്ചതെന്ന് വിശ്വസിച്ചിരുന്ന പാർട്ടിയും സൗഹൃദങ്ങളും പിളരുകയും കൊഴിയുകയും ചെയ്തപ്പോൾ ആലംബമില്ലാതെ പെരുവഴിയിലെ കരിയിലകൾ പോലെ കാറ്റിനൊത്ത് പറന്നു പോയി. ഇപ്പോ ഇവിടെ ഈ ഇടത്താവളത്തിൽ അടുത്ത കാറ്റിന് എവിടെയാണെന്ന് ആർക്കറിയാം?